ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കൊടുവള്ളിയിലേക്കാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലേക്കല്ല, എൻ്റെ ഏടത്തിൻ്റെ വീട്ടിലേക്ക്. ഏടത്തിൻ്റെ മോൻ്റെ മിഠായി കൊടുക്കലാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നെച്ചു പോകുന്നതിൻ്റെ മുന്നേ എടുത്തതാണ്. ഇപ്പം നെച്ച് ദുബായിലാണുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കുറേ ദിവസം മുമ്പുള്ളതാണ്. കുറേ ദിവസം മീൻസ് ഒരു 1 month മുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ പരിപാടി നല്ല ഉഷാർ പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ കൊടുവള്ളി പോയി. അവിടുന്ന് ഉപ്പച്ചിനെയും അമ്മച്ചിനെയും കൂട്ടിയിട്ടാണ് പിന്നെ നമ്മുടെ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലം കേട്ടോ. കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം. നമ്മൾ ഫർണിച്ചറൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കാലിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണ് കുറ്റിക്കാട്ടൂർ. അപ്പോൾ അവിടെയാണ് താത്തൻ്റെ വീട്. അപ്പോൾ ഒരു 12:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറ്റിക്കാട്ടൂർ എത്തി. പിന്നെ അവിടുന്ന് എല്ലാവരും വന്ന് ഒരുങ്ങിയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു 1:30 ആയിട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്ത്. മീൻസ് ഒരു 1/2 hour ഒക്കെ ഉള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടികൾ പോകുന്നതുകൊണ്ട് ഇങ്ങനെ നിർത്തി ഇങ്ങനെ മറ്റുള്ളവർ നോക്കി പോകുന്നതുകൊണ്ട് 1 മണിക്കൂർ എടുത്തിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2:45 ആയ സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ താത്തയും അളിയനും കുറച്ച് പേരൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പെണ്ണിനെ. പക്ഷേ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവരും ഒന്ന് പെണ്ണിനെ കാണുക, നമ്മുടെ ഇഷ്ടം അറിയിച്ചിട്ട് മിഠായി കൊടുക്കുക, പിന്നെ ചെറിയ രീതിയിൽ കുറച്ച് ഗോൾഡൊക്കെ കൊടുക്കുക, അങ്ങനെ ഒരു ഫങ്ഷൻ കേട്ടോ. അപ്പോൾ മറ്റുള്ള മതസ്ഥരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങായിട്ട് ഉണ്ടോയെന്ന് അറിയില്ല. അതാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉപ്പച്ചിനെയൊക്കെ കൂട്ടി ഞങ്ങൾ കുറ്റിക്കാട്ടൂർ എത്തിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടാകും, തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഞങ്ങളവിടെ റോട്ടിൽ നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുകയുണ്ടായിട്ടോ. അപ്പോൾ ഇതാണ് താത്തൻ്റെ വീട്. താത്തക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഉപ്പച്ചിൻ്റെ ഫാമിലി ആണെങ്കിലും ഉമ്മച്ചിൻ്റെ ഫാമിലി ആണെങ്കിലും ആൺകുട്ടികളാണ് കേട്ടോ. ഈ ജനറേഷനിൽ കൂടുതലും പെൺകുട്ടികൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതായി വരുന്ന മഞ്ഞ ചുരിദാറിട്ടതാണ് കേട്ടോ എൻ്റെ താത്ത. ഞങ്ങൾ ചുരിദാത്താന്ന് വിളിക്കുക, ശരിക്കും പേര് റംല എന്നാണ് കേട്ടോ. ഒരാളിപ്പോൾ ഉള്ളത് ഗൾഫിലാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് താത്ത നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട്.
കിട്ടൂല ടൗൺ ടച്ച് ആണെങ്കിൽ. ഇത് ഫറോക്കാണ്. ചുണയുള്ളൊരാണ് വീരുന്നു വന്ന് കണ്ടു കണ്ടു പതിയുന്ന കൊണ്ട് പിടയുന്ന രണ്ട് കരണേതാണ്. ഇത് കഴിയണ്ട കുടിക്കാൻ
റേഡിയോ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ ആണ് കേട്ടോ. പക്ഷേ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ആദാമിൻ്റെ ചായക്കടയിൽ പോയിട്ടോ. അവിടെ നല്ല ചായ, നല്ല ചൂടുള്ള ചായയും കടിയൊക്കെ കഴിച്ചപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കസാലയിൽ ഒരു ബസ് കൂടി ഇച്ചിരി നേരെ ജന ഇറങ്ങാനും കയറാനും ഇത്തിരി സമയമാണ്. അപ്പുറത്ത് വണ്ടി പിന്നെ ബൈക്കിലോ ഇപ്പൊന്നാണെങ്കിലേ ഇക്കറേന്റെ അടുത്തെത്തി. ഇപ്പൊ ഫീനല്ലെത്തി മലയാപ്പറമ്പ് എത്തിയിട്ടേ ഉള്ളൂ. അന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ അന്ന് പെയ്ത മഴ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും പേടിച്ച വേറെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രമാത്രം മഴയായിരുന്നു അന്നത്തെ ദിവസം. കാലിക്കറ്റ് ടൗണിൽ നിന്ന് തന്നെ ഞങ്ങളൊന്ന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് രാത്രിയായിട്ടോ. അത്ര റഷായിരുന്നു, അത്രയും തിരക്കായിരുന്നു. പിന്നെ കൊടുവള്ളിയൊക്കെ എത്തിയ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് പോണ വഴി ഞാൻ കാണിച്ചില്ല. ആ വഴിയൊക്കെ വെള്ളം കെട്ടി ബ്ലോക്കായിരുന്നു. അവിടെ ഒരു തോടുള്ള സ്ഥലമായിരുന്നു. ആ തോട്ടിലൊക്കെ വെള്ളം കയറി നമ്മൾ പോയ വഴിക്ക് ഒന്നല്ല ഉപ്പച്ചിനെ ഇറക്കി വിട്ടത്, വേറെ വഴി കൂടെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയായി. അത്രയും വെള്ളമൊക്കെ ഇതാ ആ വഴിയാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കാണിക്കുന്നത് ഈങ്ങാപ്പുഴയൊക്കെ എത്തിയ സമയത്താണ് കേട്ടോ. അപ്പോഴൊന്നും വൈപ്പർ വരെ നമുക്ക് ഒരു ഏൽക്കാത്തൊരവസ്ഥയായിരുന്നു. അത്രയും മഴ ഉണ്ടായിരുന്നു. ഈങ്ങാപ്പുഴയൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ അവിടെ റൂം എടുത്താലോ അല്ലെങ്കിൽ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലും പോയേ പറ്റുള്ളൂ. കാരണം പിറ്റേന്ന് സ്കൂളും മദ്രസെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ അങ്ങനെ പിടിച്ച് നിന്ന് പിന്നെ എന്തായാലും അടിവാരം എത്തിയപ്പോഴും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഒരിക്കലും മറക്കില്ല. അതായത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞൊരു 4:30 5 മണിയായപ്പോഴേക്കും തുടങ്ങിയ മഴ അവസാനിക്കുന്നത്, അതിശക്തമായ മഴ കേട്ടോ. അവസാനിക്കുന്നത് ഒരു 9 മണിയായി കഴിഞ്ഞപ്പോഴാണ്. അവസാനിക്കാമെന്ന് പറയാൻ പറ്റില്ല, അപ്പോഴേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.